ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ മനോഹർ മറിയയുടെ കഴുത്തിൽ മിന്നു കെട്ടുന്നത് കണ്ട് ചങ്ക് പൊട്ടി കരയുക സരയു കാറിലിരുന്ന്. ഈ സമയം കുറച്ചു നേരം നോക്കി നിന്നതിന് ശേഷം സരയു ഡ്രൈവറോട് പോകാം. അങ്ങനെ മറിയയെയും മനോഹറിനെയും താണ്ടി പോവുകയാണ് സരയു. പോകുന്ന വഴിയെല്ലാം കാറ് അവരെ കണ്ട് മറയുന്നത് വരെ സരയു തലയിട്ട് എത്തി നോക്കിക്കൊണ്ടേ പോയി. എന്നിട്ട് പൊട്ടിക്കരഞ്ഞു. ഈ സമയം മറിയ, എന്തായാലും എനിക്ക് സന്തോഷമായി. ഞാൻ ആഗ്രഹിച്ചതുപോലെ നീ എൻ്റെ സ്വന്തമായി. ഇനി എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാമല്ലോ. അല്ലടാ, എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഈ കുരിശടിയിൽ വന്ന് താലി കിട്ടിയത്. ഇനി നിനക്ക് അമ്പലത്തിലോ മറ്റോ പോണോ? ഏയ്, വേണമെന്നില്ല മോളൂ. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ബന്ധുക്കളൊക്കെ കാണും, അതുകൊണ്ട് അതൊന്നും വേണ്ട. ഇവിടെ എങ്ങാനും നമുക്ക് നിന്നാൽ മതി. പിന്നെ എനിക്ക് പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആണോ? എന്നാൽ നമുക്ക് പോവാം. പള്ളിയിൽ പോയിട്ട് അച്ഛനെ കണ്ട് ഒന്ന് പ്രാർത്ഥിപ്പിക്കണം. അതിനെന്താ, വാ പെട്ടെന്ന് തന്നെ പോകാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കാറിൽ കയറി അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാരിയാണ്. കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. അതിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അതിനെ പതുക്കെ കിടത്തി ഉറക്കുക. അതിനുശേഷം ശാരി താഴെ ഉമ്മർത്ത് നിൽക്കുക. അപ്പോഴത്തേക്കും സരയുവിൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടതും നമ്മുടെ ശാരി സന്തോഷത്തോടെ ഉമ്മറത്തേക്ക് ഓടിച്ചു വന്നു. ആ മോള് വന്നോ? എവിടെ പോയതായിരുന്നു മോളെ? ഒരു ചെറിയ കല്യാണത്തിന്. അത് കേട്ടത് ശാരി, ആരുടെ കല്യാണമായിരുന്നു? എൻ്റെ കൂട്ടുകാരത്തിയുടെയാണ്. എൻ്റെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ. അത് കേട്ടതും നമ്മുടെ ശാരി, ആണോ? എന്നിട്ട് കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? ആ, നല്ല കല്യാണമായിരുന്നു. അല്ല മോളെ, ഏത് കൂട്ടുകാരത്തിയുടെയാ? ഇനി ഏത് കൂട്ടുകാരത്തിയുടെയാണെന്ന് അറിഞ്ഞാലേ നിങ്ങൾക്ക് സമാധാനമാവും എന്നും പെട്ടെന്ന് സരയു വയലൻ്റായി ചോദിക്കുക. അത് കേട്ടതും, മോളെന്താ ഇങ്ങനെ ചോദിക്കുന്നേ? മോളുടെ കൂട്ടുകാരിയല്ല, എനിക്കറിയാമല്ലോ. അതുകൊണ്ട് അമ്മ ചോദിച്ചെന്നേ ഉള്ളൂ. വേണ്ട, എന്നാൽ ആ ചോദ്യങ്ങളൊന്നും വേണ്ട. എനിക്കറിയാം എപ്പം ചെയ്യണമെന്ന്, മനസ്സിലായല്ലോ എന്നും സരയു പറയാം. ശരി മോളെ. അല്ല, മോള് ഭക്ഷണം കഴിച്ചോ? കല്യാണത്തിന് പോയതല്ലേ, അപ്പം സദ്യ കഴിച്ചു കാണുമല്ലോ അല്ലേ? ആ, സദ്യയല്ല, പായസം കുടിച്ചു. അടപ്രഥമനും പരിപ്പ് പായസവും പയറ് പായസവും സേമിയ പായസവും, അങ്ങനെ ഓരോ പായസവും എല്ലാം ഒരുമിച്ച് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്ന് വയറിലേക്ക് പോയി. നന്നായിട്ട് വയറ് നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ, ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിൻ്റെ കല്യാണമല്ല കഴിഞ്ഞത്. അതുകൊണ്ട് ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് എന്നും സരയു നിറകണ്ണുകളോടുകൂടെ പറയുക. അത് കേട്ടതും ശാരി ആലോചിക്കുകയാണ്, മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇവള് കാര്യമായിട്ട് എന്തോ മനസ്സിലിട്ടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്താണാവോ എന്തോ. എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല മോളെ. ഒരു കാര്യം ആലോചിക്കാൻ പാടില്ല. ഇവിടെ നിന്നൊന്നും ആലോചിച്ച് കൂട്ടരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എൻ്റെ ജീവിതം ചിലപ്പോൾ താറുമാറായെന്ന് വരാം. എനിക്ക് എൻ്റെ മനുവേട്ടനുണ്ട്. നിങ്ങളൊക്കെ എന്നെ തകർക്കും, പക്ഷേ എൻ്റെ മനുവേട്ടൻ എന്നെ തകർക്കില്ല. അതറിയാലോ. അല്ല മോളെ, മനു എവിടെയാണ് പോയത്? അത് നിങ്ങളോട് മനുവേട്ടൻ കാലത്ത് പറഞ്ഞായിരുന്നില്ലേ? മീറ്റിങ്ങിന്. മനുവേട്ടൻ്റെ അടുത്തുനിന്ന് മീറ്റിങ്ങിനെ ഉത്തര കൊറിയയിൽ നിന്നും പിന്നെ ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നൊക്കെ മീറ്റിങ്ങിന് ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് മീറ്റിംഗ് കൂടാൻ പോയതാന്നേ എന്നും സരയു ഇത് കേട്ടതും. അപ്പോൾ മനോഹറിനെ കുറിച്ച് ഓർത്തിട്ടല്ലേ ഇവള് വിഷമിക്കുന്നത്. പിന്നെ ഇവൾക്ക് എന്താ പറ്റിയത്? മോളെ, അമ്മ ഒരു കാര്യം പറയട്ടെ. ജീവിതത്തിൽ പല സാഹചര്യങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിടേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ നമ്മളിൽ നിന്നും വിട്ടകന്ന് പോയെന്ന് വരും. ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ പഠിക്കണം മോളെ എന്നും. അത് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറയണ്ട. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരില്ല എനിക്ക്. കാരണം എൻ്റെ ഭർത്താവേ അത്രയ്ക്ക് നല്ലവനാ. എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് പോവില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കും. പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ കാര്യം, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതെ നോക്കിക്കോ. എൻ്റെ അച്ഛനെ നിങ്ങൾ ചിലപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോകും, ഒറ്റപ്പെട്ടു പോകും, നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും എന്നും പറഞ്ഞ് സരയു അങ്ങോട്ട് പോകുക. അപ്പോൾ ഭക്ഷണം എടുത്ത് വെക്ക്. മോള് ഭക്ഷണം കഴിച്ചില്ലായിരുന്നോ? ആ, ഭക്ഷണം കഴിച്ചെങ്കിൽ എന്താ, വീണ്ടും കഴിക്കാൻ പാടില്ലേ എന്നും സരയു ദേഷ്യപ്പെട്ട് ചോദിക്കുക. അല്ല, കഴിച്ച മോളെ, കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ മോക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, വിളമ്പുകയും വേണം എന്നും നമ്മുടെ സരയു. അത് കേട്ടതും, മോള് വരാതെ എങ്ങനെയാണ് വിളമ്പുന്നേ? എന്നാൽ വിളമ്പി വെക്ക്, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സരയു മുകളിലേക്ക് പോകും. അപ്പോൾ ശാരി, എന്തൊക്കെയോ മോളുടെ മനസ്സിൽ സംഭവിച്ചിട്ടുണ്ട്. ആരോ മോളെ നന്നായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്താ നിങ്ങൾ പറഞ്ഞത്? ഏയ്, ഒന്നുമില്ല മോളൂ. നിങ്ങളിപ്പോൾ എന്തോ പറഞ്ഞല്ലോ, ഞാനത് കേട്ടു. മനസ്സിൽ ഒന്നും പറയണ്ട, മനസ്സിലായല്ലോ? എന്ത് പറയണമെന്നുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറഞ്ഞോളാം. ഇങ്ങനെ മനസ്സിൽ സംസാരിക്കുന്നത് എനിക്ക് സഹിക്കില്ല, മനസ്സിലായോ? ആ, ശരി മോളെ. എന്നാൽ പെട്ടെന്ന് ഭക്ഷണം എടുത്ത് വയ്ക്ക്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ സമനില തെറ്റി നടക്കുക. ആ സമയത്ത് എനിക്ക് ഇഷ്ടമില്ലാത്തവർ എൻ്റെ മുന്നിൽ നിന്ന് എന്ത് പറഞ്ഞാലും
എനിക്ക് ചിലപ്പോൾ അത് സഹിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്നൊന്നും മേടിച്ച് കെട്ടണ്ടായെങ്കിലും ഞാൻ പറയുന്നതൊക്കെ തിരിച്ചൊരു ചോദ്യം ഉണ്ടായ കയ്യിലിരിക്കുന്ന വടി ചിലപ്പോൾ നിങ്ങളുടെ തലയിലായിരിക്കും വന്ന് വീഴുന്നത്. ശരി മോളെ, എന്നാൽ പോയി ഭക്ഷണം എടുത്തു വയ്ക്ക് എന്നും പറഞ്ഞുകൊണ്ട് സരയു മുകളിലേക്ക് പോവുക. ഈ സമയം മുകളിലെത്തിയ സരയു കുഞ്ഞിനെ നോക്കി പൊട്ടിക്കരയുക. കുഞ്ഞ് നല്ല ഉറക്കുക. പക്ഷെ എന്നിട്ടും കുഞ്ഞിനെ ഉറക്കിക്കിടത്തിയിട്ട് നമ്മുടെ സരയുവിന് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക. അതെ, മറിയയുടെ കഴുത്തിൽ മനോഹർ മിന്നു കെട്ടിയതും മനോഹർ മറിയെ ചേർത്ത് പിടിച്ചതും ഒക്കെ ഓർക്കുക. എന്ത് ചെയ്യണമെന്ന് സരയുവിനൊരു പിടിയില്ല. പൊട്ടി പൊട്ടി കരയുക. ഈശ്വര, എൻ്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായ പരാജയ മനോഹർ. അവനെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് എൻ്റെ മോളുടെ ജീവിതവും തകർന്നു. അവനെപ്പോലൊരു വൃത്തികെട്ടവനാണല്ലോ എൻ്റെ മോളുടെ അച്ഛനായി പോയത്. ഈശ്വര, ഇതുപോലൊരു മുഹൂർത്തത്തിലല്ലേ അവൻ എൻ്റെ കഴുത്തിലും താലി കെട്ടിയത്. എത്രയോ പെൺകുട്ടികളുടെ കഴുത്തിൽ അവൻ താലി കെട്ടിയത്. ഈശ്വര, എന്തൊരു കഷ്ടമാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഓർത്തിട്ട് സരയു പൊട്ടി പൊട്ടി കരയുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് മറിയ മനോഹറും സന്തോഷത്തോടെ ഇരിക്കുക. മനു, എന്തായാലും എനിക്ക് സന്തോഷമായി. അതേ മോളെ, മറ്റന്നാൾ നമ്മൾ അമേരിക്കയ്ക്ക് പോവുകയാണല്ലോ. അമേരിക്കയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അവിടെ ചെന്ന് സമാധാനത്തോടെ ഒരാഴ്ച ലീവ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഹണിമൂണ് പോവാം. അതിന് ഒരാഴ്ചയൊന്നും ആക്കണ്ടടാ, കുറേ നമുക്ക് ലീവ് എടുക്കാം. ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാം. ഞാൻ കുറേ സ്ഥലമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീയോ? മോൾ എവിടെ പറയുന്നു അവിടെയൊക്കെ പോകാം. അത് കേട്ടതും അതെന്താടാ അങ്ങനെ? ദേ, കല്യാണം കഴിഞ്ഞു എന്ന് കരുതി നിൻ്റെ ആഗ്രഹമൊന്നും മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. കേട്ടല്ലോ, എനിക്ക് ആഗ്രഹമുള്ളതുപോലെ തന്നെ നിനക്കും ആഗ്രഹങ്ങളുണ്ടാവും. അതൊക്കെ നീ പറയണം. നീ പറയുന്നിടത്തും ഞാൻ പറയുന്നിടത്തും നമുക്ക് ഒരുമിച്ച് പോവാം. എല്ലാ ചിലവും എൻ്റെ വക എന്നും മറിയ. അത് കേട്ടതും ഈശ്വര, ഒരു 1.5 പണം അവളുടെ കയ്യിലുള്ളത്. എന്തായാലും ഇന്നത്തോടുകൂടെ എല്ലാം അവസാനിപ്പിക്കണം. ഇതാ എൻ്റെ ലാസ്റ്റത്തെ കല്യാണം. ഇനിയൊരു കല്യാണം എനിക്ക് വേണ്ട. മറിയയുടെ കൂടെയുള്ള ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാം. ഇവളുടെ കൂടെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും സമാധാനത്തോടെ ജീവിക്കാനുള്ള വകയാവും. അതുകൊണ്ട് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ മറിയ, എടാ നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അല്ല, നിനക്കിനി വീട്ടിൽ പോകണോ? പിന്നെ പോകണ്ടേ? അത് മാത്രമല്ല, ഇന്ന് പോയിട്ടേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരാം. അതുകൊണ്ട് നീ വിഷമിക്കുകയൊന്നും ചെയ്യരുത്. ആരെങ്കിലും വന്നാൽ പേടിയുണ്ടോ? ആര് വന്നാലും എൻ്റെ ഈ താലി കാട്ടിയിട്ട് ഞാൻ പറയും ഇവിടെ ഉള്ളത് എൻ്റെ ഭർത്താവാന്ന്. മോളു, നമ്മുടെ കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിനെന്താ, ഞാൻ ഈ താലി എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, കഴുത്തിലും. അത് കേട്ടതും നമ്മുടെ മനോഹർ ഇത് ചേർത്ത് പിടിക്കുക മറിയെ. എന്തായാലും ഇതോടുകൂടെ എല്ലാം അവസാനിപ്പിക്കണം. ഇനിയൊരു കല്യാണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അമേരിക്കൻ മലയാളിയായി സന്തോഷത്തോടെ മറിയയ്ക്കൊപ്പം ജീവിക്കാം. മടുത്തു, ഇനി എത്ര എണ്ണത്തിൻ്റെ കഴുത്തിൽ താലി കെട്ടാനാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം പിന്നീട് സരയുവിനെ തന്നെ കാണിക്കുന്നത്. കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുക. പിന്നെ അവിടെ എല്ലാം അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. മനോഹറിൻ്റെ കാര്യങ്ങളും അമേരിക്കയ്ക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. മോളു എന്നും പറഞ്ഞ് മനോഹറിൻ്റെ വിളി. അത് കേട്ടത് സരയു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. മനുവേട്ടനായിരുന്നോ? വാ മനുവേട്ട. എന്തായി മനുവേട്ട കാര്യങ്ങളൊക്കെ? മീറ്റിംഗ് കഴിഞ്ഞോ? പിന്നെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു. എന്തായിരുന്നു മീറ്റിംഗ്? വലിയ വലിയ ആൾക്കാരാണ് മോള് വന്നത്. ഉത്തര കൊറിയയിൽ നിന്നൊക്കെയല്ലേ വന്നത്. അതുകൊണ്ട് നല്ല സന്തോഷത്തിലായിരുന്നു. കാരണം ഉത്തര കൊറിയയിൽ വന്നതുകൊണ്ട് എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. മീറ്റിങ്ങൊക്കെ കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ കോടികളുടെ 2 പ്രോജക്റ്റാണ് കിട്ടിയത്, ബിസിനസ്സേ. അത് കേട്ടതും ആണോ മനുവേട്ടാ? ഇനി ഇതുപോലുള്ള മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാവുമോ? പിന്നെ ഉണ്ടാവാതിരിക്കുമോ? നമ്മൾ പോകുന്നതിന് മുമ്പ് ഇനിയും 2 മീറ്റിംഗ് നടക്കും. ആന്നോ? എന്നാൽ പിന്നെ സന്തോഷമായി മനുവേട്ടാ. സമാധാനത്തോടെ നമുക്ക് മീറ്റിംഗ് നടത്താം. എന്നിട്ട് നമുക്ക് അമേരിക്കയിലേക്ക് പോവാം. അല്ല മനുവേട്ടാ, ഇവിടെയുള്ള സാധനങ്ങളൊക്കെ മനുവേട്ടൻ്റേത് കൊണ്ടുവച്ചു. എൻ്റെ ഒന്നും കൊണ്ടുപോയി വെച്ചില്ലല്ലോ. മനുവേട്ടൻ പറഞ്ഞില്ലേ എയർപോർട്ടിനടുത്തുള്ള റൂമിൽ എല്ലാം കൊണ്ടുപോയി വെക്കണമെന്ന്? പറഞ്ഞു മോളെ. പക്ഷേ എല്ലാം കൊണ്ടുപോയി വെച്ചല്ലോ. ഇനി മോളുടെ 2-3 സാധനങ്ങളല്ല, അത് നമുക്ക് കാറിൽ കയറ്റി കൊണ്ടുപോവാന്നേ. അല്ല, എന്നാലും നമ്മളതൊക്കെ അവിടെ കൊണ്ട് വയ്ക്കുന്നല്ല മനുവേട്ട നല്ലത്. സാരമില്ല മോളു, അതൊക്കെ ഞാൻ എൻ്റെ വണ്ടി കയറ്റിക്കോളാം, കുഴപ്പമൊന്നുമില്ല. അല്ല മനുവേട്ട, മനുവേട്ടന് നല്ല ക്ഷീണം കാണില്ലേ? അതല്ല മനുവേട്ട, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എൻ്റെ മാല വിൽക്കണ്ട മനുവേട്ട, 18 പവൻ്റെ മാല. അത് വിൽക്കണ്ട മോളൂ. അത് നമ്മൾക്ക് ലോക്കറിൽ വെച്ചിട്ട് പോകാമെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അല്ല മനുവേട്ട, നമ്മളിനി പോയിട്ട് എപ്പോൾ തിരിച്ചു വരാനാ? അതുകൊണ്ട് ലോക്കറിൽ വിൽക്കണ്ട, നമുക്കത് വിറ്റാൽ പോരെ. വേണ്ട മോളൂ, അത്രയും വില കൊടുത്ത് മേടിച്ചതല്ലേ, അത് വിൽക്കണ്ട. എന്തായാലും നമുക്ക് അതെടുത്ത് ലോക്കറിൽ തന്നെ വെക്കാം. വെക്കടാ, വെക്ക്. അത് ലോക്കറിൽ വെക്കാൻ പോലും കൊള്ളത്തില്ല.
ഈ അലമാരിൽ വെക്കാനും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയു നിൽക്കുക. മോളെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മനുവേട്ടാ, ലോക്കറിൽ വെച്ചില്ലെങ്കിൽ സ്വർണം പാഴായി പോവില്ലെന്ന് ആലോചിക്കുമായിരുന്നു. ആ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ദേ എന്തായാലേ ലോക്കറിൽ വെക്കണ്ട, എന്നാ പിന്നെ മനുവേട്ടൻ്റെ ഇഷ്ടം പോലെ എന്നും സരയു പറയുക. അത് കേട്ടതും മനോഹർ അതാണ്. ആ മനുവേട്ടന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ആ ആ വേണ്ട മോളൂ, എന്നാലും എന്തെങ്കിലും ഒന്ന് ചൂടുള്ളൊരു ചായ. അത് കേട്ടതും ചായയോ ഇല്ലെങ്കിൽ പാല് കൊണ്ടുവരാം. ആ എന്നാൽ പിന്നെ പാലൊരു ഗ്ലാസ് എടുത്തോ. ആ പാല് കുടിക്കുന്നത് നല്ലതാ മനുവേട്ടാ, ഞാൻ പാലെടുത്തോണ്ട് വരാം കേട്ടോ എന്ന് പറയാം. അല്ല മോളൂ, കുഞ്ഞവിടെ? കുഞ്ഞമ്മയുടെ കയ്യിലുണ്ട് മനുവേട്ടാ, മേടിക്കട്ടെ? അയ്യോ വേണ്ട, അവിടെ ഇരുന്നോട്ടെ എന്നും മനോഹർ ഈ സമയം നമ്മുടെ സരയു പാലെടുക്കാനായിട്ട് നടക്കുക. അപ്പോൾ മനോഹറിനെ ഇടങ്ങണിട്ട് നോക്കിയിട്ട് ആലോചിക്കുക, നിന്റെ അവസാനം കാണുന്നത് വരെ ഉള്ളടാ ഈ തീറ്റിക്കലും കുടിപ്പിക്കലും ഒക്കെ. എന്തായാലും എല്ലാം കൊണ്ടും നിന്നെ ഞാൻ അവസാനിപ്പിക്കൂടാ. എൻ്റെ ജീവിതം തകർത്ത, എത്രയോ പെൺകുട്ടികളുടെ ജീവിതം തകർത്ത എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഒരു ക്രൂരനായത് നീയാ. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഇങ്ങനെ ആയതിനെക്കുറിച്ച് ഓർത്ത് എല്ലാം എൻ്റെ മനസ്സിൽ ഓരോന്നോരോന്നായിട്ട് കടന്നു വരിക. ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ആ കമ്പി നിന്റെ തലമണ്ടയടിച്ച് പൊട്ടിക്കാനുള്ളതാ. ഇനിയൊരു പെണ്ണിൻ്റെ ജീവിതത്തിലേക്കും നീ കടന്നു പോകില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു അവിടെ ഒന്ന് പോവുക. അപ്പം മനോഹർ, എന്തൊരു സുഖമാണ്, എന്നെ ഒട്ടും സംശയിക്കാത്ത ഭാര്യ, ഇപ്പോൾ ഉള്ള ഭാര്യ, പിന്നെ ഇന്ന് മിന്നു കെട്ടിയ ഭാര്യ, എല്ലാ ഭാര്യമാരും കൂടെ എന്നെ സ്നേഹിച്ചു കൊല്ലുവാണല്ലോ. ദൈവം എനിക്ക് ഈ ജന്മം തന്നത് ഇങ്ങനെ സ്നേഹം കിട്ടാനാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഭയങ്കര ഒരു അസ്വസ്ഥത, നെഞ്ചുവേദനയാണോ ശ്വാസം മുട്ടാണോ എന്നൊന്നും അറിയില്ല. വല്ലാത്ത ഇതുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു കിടക്കുക, എഴുന്നേറ്റ് കുത്തിയിരിക്കുക, വീണ്ടും കിടക്കുക, വല്ലാത്ത സങ്കടം, ആരോടും പറയാനും പറ്റാത്ത അവസ്ഥ. കാരണം ആരും ഇല്ലല്ലോ പ്രകാശന്, ഒറ്റപ്പെട്ട് കിടക്കുവാണല്ലോ. ഈ സമയമാണെങ്കിൽ പ്രകാശൻ അങ്ങോട്ടോട്ട് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ കല്യാണിയെയും ദീപയാണ് കാണിക്കുന്നത്. ഒരു ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂജാരി പ്രസാദമായിട്ട് വന്നു. പ്രസാദം കൊടുത്തതിന് ശേഷം കല്യാണിയെ നോക്കിയൊന്ന് ചിരിച്ചു. മോളുടെ അച്ഛൻ 3 മക്കളുടെ പേരിലും ഇവിടെ വന്ന് എന്നും അർച്ചന കഴിപ്പിക്കാറുണ്ട്. എന്തായാലും 3 മക്കളുടെ പേരിലും അർച്ചന കഴിപ്പിക്കുന്നത് കൊണ്ട് എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു, ദേവിക്കും. അങ്ങനെ കഴിപ്പിച്ച് ഇപ്പം 2 ദിവസമായിട്ട് ആളെ കാണുന്നില്ല. ഓന്ത് നിറം മാറുന്നത് പോലെ എപ്പോൾ വേണമെങ്കിലും നിറം മാറാൻ തിരുമേനി അയാളുടെ സ്വഭാവം. അയാളെ ഒരിക്കലും വിശ്വസിക്കരുത്, അത്രയ്ക്ക് ദുഷ്ടനാ. അയാളുടെ ക്രൂരത ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ എല്ലാവരെയും കാണിക്കാനായിട്ട് നമ്മളെ സ്നേഹിക്കും, അവസാനം അയാളുടെ മകന് വേണ്ടി നമ്മുടെ കഴുത്തറുക്കുകയും ചെയ്യും എന്നും പറയണം. അത് കേട്ടതും അതൊന്നും എനിക്കറിയില്ല, പക്ഷേ അയാൾ പൂജ കഴിപ്പിച്ചതൊക്കെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ, ഈ കല്യാണി മോള് നന്നായി ജീവിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് എനിക്ക് അയാളെ ഇപ്പോൾ സംശയമൊന്നുമില്ല. അതേ തിരുമേനി, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അച്ഛനിപ്പോൾ ഓന്ത് നിറം മാറുന്നത് പോലെ മാറാറൊന്നുമില്ല. അച്ഛൻ്റെ സ്വഭാവം മാറിയത് സത്യസന്ധമായിട്ട് തന്നെയാണെന്ന് എനിക്കറിയാം. എന്തായാലും ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് തിരുമേനി. എന്തുകൊണ്ടും എൻ്റെ അച്ഛനൊരു പാവ തിരുമേനി. അദ്ദേഹം എന്തുകൊണ്ടാണ് വരാത്തതെന്ന് അറിയില്ല. എന്നാലും ഞങ്ങളൊന്ന് അന്വേഷിക്കണം മോളെ, അത് നല്ലതാ. എത്ര വലിയ പാപികളാണെങ്കിലും അവർ മനസ്സ് മാറി വന്നാൽ നമ്മൾ അവരെ സ്നേഹിക്കണം, അവരോട് ക്ഷമിക്കണം, അവിടെയേ നമുക്ക് നല്ലതുള്ളൂ എന്നും പറയാണ്. അത് കേട്ടതും നമ്മുടെ കല്യാണിയും ദീപയും ശരി തിരുമേനി എന്നും പറഞ്ഞ് അങ്ങ് പോവുക. അപ്പോൾ ദീപ, മോളെ നീ എന്തുദ്ദേശിച്ചാ അയാൾ ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നേ? അമ്മേ, ഞാൻ പറഞ്ഞില്ലേ അച്ഛന് ഇപ്പോൾ പഴയതുപോലെ ഇതൊന്നുമില്ല. വിക്ര ഏത് നിമിഷവും പരോളിൻ്റെ വെളിയിൽ ഇറങ്ങാം. അങ്ങനെയുള്ളപ്പോൾ അയാളുടെ സ്വഭാവം മാറും. അവന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ അയാൾ എന്തും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സൂക്ഷിക്കണം. അയാളിപ്പോൾ ഒതുങ്ങി നിൽക്കുന്നത് അവൻ വരുന്നത് കാത്തായിരിക്കും. അവൻ വന്നു കഴിയുമ്പോൾ മോളെയും എന്നെയും ഒക്കെ തീർക്കാനായിരിക്കും. പിന്നെ നമ്മളെയൊക്കെ തീർത്തിട്ട് അവൻ്റെ മോനെ സന്തോഷിപ്പിക്കാമല്ലോ. എനിക്കിപ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നില്ലമ്മേ. ഭയങ്കര പാവമാണ് അച്ഛനിപ്പോൾ പഴയതുപോലെയൊന്നും അല്ല. നമ്മളെയൊക്കെ അച്ഛൻ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരിക്കലും ഇനി മാറാൻ പറ്റില്ലമ്മേ. എന്തൊക്കെ സംഭവിച്ചാലും അച്ഛൻ ഇനി മാറില്ലമ്മേ എന്നൊക്കെ പറയണം. അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ കല്യാണി പറയുന്നുണ്ട്. ദീപ, മോളെ ഒരു കാര്യം ഞാൻ പറയാം, ആരെയും കണ്ണുടച്ച് വിശ്വസിക്കരുത്. എല്ലാവരും കള്ളന്മാരാ. മോളുടെ അച്ഛൻ പോലും ചിലപ്പോൾ നമ്മളെ ചതിച്ചു എന്ന് വരും. അതുകൊണ്ട് സൂക്ഷിക്കണം. മോളെ അച്ഛാന്ന് വിളിക്കുന്നത് പോലും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു അയാൾ. മോളെ അച്ഛാന്ന് വിളിക്കുന്നത് കേട്ടാ അയാളുടെ ജീവിതം അങ്ങ് പെരുത്ത് കയറുന്നത് പോലെയാണ്. അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കും. അതുകൊണ്ട് മോളിങ്ങനെ അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കത്ര പിടിക്കുന്നില്ല. എനിക്കെന്തോ അച്ഛൻ്റെ സ്വഭാവം മാറിയത് ആത്മാർത്ഥമായിട്ട് തന്നെയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഒറ്റക്ക് കിടന്ന് നരകിച്ച് ചാകേണ്ടി വരും
എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ മുന്നിൽ നടക്കുക. ഈ സമയം കല്യാണിയും പിന്നിൽ. ഇതേ സമയം വല്ലാത്ത അസ്വസ്ഥതയും നെഞ്ചുവേദനയും ശരീരം വേദനയും ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുമായി പ്രകാശൻ വെപ്രാളം കുത്തുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.